പ്രിയ സുഹൃത്തുക്കളെ, സമാപന പ്രാർത്ഥനയാണ്. 14 കുരിശടികളും പ്രാർത്ഥിച്ച് സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ വിശുദ്ധ തോമാസ് ശ്ലീഹ ആണ് അവിടെ നിൽക്കുന്നത്. സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ തോമാസ് ശ്ലീഹ മലയാറ്റൂർ കുന്നിൻ മുകളിൽ സ്ഥാപിച്ച പൊന്നിൻ കുരിശും പള്ളിയും കണ്ട് അതിൻ്റെ പ്രിമൈസിലൂടെ നടക്കുകയാണ് ഞാൻ. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഭയങ്കരമായ ഒരു കൊക്കയാണ് കാണുന്നത്. അവിടെ വേലിയൊക്കെ വച്ചിട്ടുണ്ട്, അപകട മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. കുട്ടികളൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ നല്ല അഗാധമായ കൊക്കയാണ് കാണുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, പൊന്നിൻ കുരിശ് പള്ളിയുടെ പ്രിമൈസിലൂടെ നടക്കുകയാണ്. പള്ളിയാണ്. പള്ളിക്ക് അകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. പള്ളി ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച പള്ളിയാണ്. ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ നമ്മൾ ശല്യം ചെയ്യേണ്ട, അവർ പ്രാർത്ഥിക്കണം.
വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ പ്രിമൈസാണ് പള്ളി അങ്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ കുറേയൊക്കെ വാരി മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ കയറി വന്ന വഴി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുരിശ് മലയുടെ മുകളിൽ കയറി മുത്തപ്പൻ്റെ കുരിശ് പള്ളിയും എല്ലാ സന്നിധി ഉൾപ്പെടെ എല്ലാം വണങ്ങി വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ കയറ്റം. അപ്പോൾ ഇത് ഒരു കൂസലില്ലാതെ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. മക്കളെ, ആൻമറിയ, പുള്ളിക്കാരിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് തന്നെ. ചേച്ചി എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ലാതെ കയറി. അതാണ് അതിൻ്റെ കാര്യം. നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. അസാധ്യമായിട്ട് മല കയറാൻ പറ്റും. അപ്പോൾ അതിന് സഹായിച്ചത് എന്താണ് എന്ന് നമുക്ക് വിശുദ്ധ തോമസ് ശ്ലീഹായുടെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും മല കയറി അടിപൊളിയായിട്ട് ഇവിടെ എത്തി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ലീഡറും കൂടെയാണ്, കോർഡിനേറ്ററും കൂടെയാണ്, നമ്മളെ പ്രാർത്ഥന നയിച്ച ആളാണ് സിജോ ക്രിസ്റ്റോ. അവരും പ്രാർത്ഥന നയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു വളരെ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി. അപ്പം അവരെ ഒരു ടീമിനെ പിടിച്ചു നിർത്താൻ നമ്മൾ പെട്ട പാട്. അപ്പം നേരത്തെ എന്നോട് വന്ന് പറഞ്ഞ് എന്ത് പേർക്ക് ഇത്ര ക്ഷീണം, എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് താഴോട്ടിറങ്ങണമെന്ന്. വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ രഞ്ജു ചേച്ചി പറ്റി. നന്ദി പറയുന്നു. ബിജി ചേച്ചി ഭംഗിയായിട്ട് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കയറുമെന്ന്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് ഇവിടം വരെ എത്തി. യാതൊരു കുഴപ്പമില്ല. സേറ എന്തേലും പറയാനുണ്ടോ? മക്കളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 3. അതാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി പറയൂ. ചേച്ചിയുടെ പേര് എനിക്കറിയാം. ഭംഗിയായിട്ട് കയറാൻ പറ്റി. ചേച്ചി പക്ഷെ വളരെ ഉഷാറാണ്. അപ്പോൾ എല്ലാവരും എത്തി. ഇനി ഒരു 2 പേരെ കിട്ടാനുണ്ട്, ബേബിച്ചേട്ടനെ. അത് നമുക്ക് പിന്നെ ഓടിച്ചിട്ട് പിടിക്കാം. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കുരിശ് പള്ളിയുടെ മനോഹാരിത കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പലതും പല വഴിക്ക് നിൽക്കുകയാണ്. ആന കുത്തിയ പള്ളിയാണ് ഇത്. ബേബിച്ചേട്ടൻ പറഞ്ഞു തന്നത്. ആന കുത്തിയതിൻ്റെ അടയാളം ഇവിടെ ഉണ്ട്. അതങ്ങ് എടുത്തോളാം. ആന കുത്തിയതിൻ്റെ അടയാളം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തി. ഇനി അപ്പോൾ ഇത് പറഞ്ഞു തന്ന ബേബിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാനുള്ളത് ബേബിച്ചേട്ടാ? ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു ബേബിച്ചേട്ടൻ. അപ്പോൾ ബേബിച്ചേട്ടൻ ക്ഷീണം വല്ലതും ഉണ്ടോ? ഒരു ക്ഷീണവുമില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ബേബിച്ചേട്ടൻ. അതെ, ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കുരിശ് പള്ളിയുടെ പ്രിമൈസിൽ നിൽക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂരുള്ള കുറേ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അത്ഭുത ഉറവ ലക്ഷ്യമാക്കി പോവുകയാണ് തൃശ്ശൂരുള്ള കുറേ സുഹൃത്തുക്കൾ. മക്കളെ പേരൊന്ന് പറ ചങ്ങാതി. ജുവൽ. നിങ്ങളുടെ അനുഭവം എന്താണ് പറയാനുള്ളത്? ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അങ്ങനെ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിലും അവർ ചെറുപ്പക്കാർ, അവർക്ക് ക്ഷീണമില്ല.
ഓക്കെ ഓക്കെ ബായ്. അപ്പോൾ അത്ഭുത ഉറവ കണ്ടിട്ട് വരാം. ചേച്ചി അത്ഭുത ഉറവ കാണണ്ടേ? ആ അതാണ് അത്ഭുത ഉറവ. എന്താ അതിന് പല ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ഭുത ഉറവ എന്ന് പറയുമ്പോൾ ഇത്രയും ഉയരത്തിൽ ഈ പാറയിൽ നിന്ന് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലീഡർ സിജോജിയാണ് വെള്ളം നൽകുന്നത്. അത് ആവശ്യത്തിന് ഉപയോഗിക്കുക. നമ്മുടെ അസുഖങ്ങൾ മാറ്റി എടുക്കുക. ഇതാ ഇത് അത്ഭുത ഉറവ. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ അത്ഭുത ഉറവ? ഏത് ക്ലാസ്സിൽ പഠിക്കണം മക്കളെ? 9ാം ക്ലാസ്. തീർച്ചയായിട്ടും നന്നായിട്ട് വരട്ടെ. പേരെന്നാ? നീയ. നമ്മുടെ SSK ചന്ദ്രകാന്തം ചാനൽ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഓക്കെ ബായ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ പൊന്നിൻ കുരിശ് നമ്മളെ തോമാസ് ലീഹ സ്ഥാപിച്ച പൊന്നിൻ കുരിശാണ് കാണുന്നത്. പൊന്നിൻ കുരിശ് മുകളിൽ കാണുന്നത് പള്ളി. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കുർബാനയ്ക്ക് കയറിയിരിക്കുകയാണ്. അവരിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മടങ്ങാനുള്ള പരിപാടിയാണ്. നമുക്കെല്ലാവർക്കും ഭക്താദങ്ങളോട് ചിന്തിക്കാം. അനുതാപങ്ങളോടെ അപരാധികളിൽ നിന്ന് പിന്തുടരുകൊണ്ടും പാപനെ കുറിച്ച് പശ്ചാത്തലത്തുകൊണ്ടും സഹോദരത്തിന്റെ ശ്രമിച്ചുകൊണ്ടും അതിമനോഹരമായ സ്ഥലങ്ങളാണ്. യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലാങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ വിജയത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യാം.